നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ വചനത്തിൽ പറയുന്നു, അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒത്തിരി പേർക്ക് എന്താണെന്നറിയാവോ? ആരുടെയും കൂട്ടത്തിൽ കൂടാതിരിക്കുക, സ്വന്തം നില നോക്കുക. ഞാൻ രണ്ടുപേരുടെയും കൂട്ടത്തിലുണ്ട്, അയാളെയും പിണക്കിയില്ല ഇയാളെയും പിണക്കിയില്ല, അങ്ങനെ പോകലാണ് നിഷ്പക്ഷത എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ എന്താ ചെയ്യണേ? ആരുടെയും കൂട്ടത്തിൽ ഞാൻ കൂടിയില്ല. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ അതല്ല, കൃത്യമായ ഒരു പക്ഷമുള്ളതാണ് നിഷ്പക്ഷത എന്ന് പറയുന്നത്. കൃത്യമായ പക്ഷമുണ്ട്. കൃത്യമായ പക്ഷം ഏതാ? അത് നീതിയുടെ പക്ഷമാണ്. എവിടെയാണോ നീതി എന്ന് പറയുന്നത്, ആ നീതിയുടെ പക്ഷമാണ്. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ മർദ്ദിക്കുന്നതാണെങ്കിൽ അമ്മയുടെ ഭാഗത്താണ് നീതി. അപ്പനെയും സൂചിപ്പിച്ച് അമ്മയെയും സൂചിപ്പിച്ച് നിൽക്കലല്ല നിഷ്പക്ഷത എന്ന് പറയുന്നത്. നിഷ്പക്ഷത എന്ന് പറയുന്നത് അമ്മയുടെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. ഒരു പക്ഷവുമില്ലാതെ നിൽക്കല് എന്നല്ല അതിൻ്റെ അർത്ഥം. നിഷ്പക്ഷമായിട്ട് നിൽക്കുക. എനിക്ക് ആ പക്ഷത്തോടും പ്രത്യേക താല്പര്യമില്ല, ഈ പക്ഷത്തോടും പ്രത്യേക താല്പര്യമില്ല, എനിക്ക് നീതിയോടാണ് താല്പര്യം. ആ നീതിയുള്ള പക്ഷമാണ് എൻ്റെ പക്ഷം എന്ന് പറയുന്നത്. എൻ്റെ പൊസിഷനെ സേഫ് ആക്കലല്ല. ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പം അധികാരികളും വേറെ താഴെയുള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിഷ്പക്ഷമാണ് എന്ന് പറയും, ആരുടെയും കൂട്ടത്തിൽ നിൽക്കുകയില്ല. കാരണം അധികാരികളായിരിക്കും ചിലപ്പോൾ ഈ തെറ്റ് മുഴുവനും കാണിക്കണേ. അവിടെ പോയി അവരെ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാവും. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ സ്വന്തം തടി കേടാകാതെ സൂക്ഷിക്കാനുള്ള തന്ത്രമല്ല എന്നാണ് തിരിച്ചറിയുന്നത്. നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ നീതിയുടെ പക്ഷം ചേരലാണ്. അതിന് കൃത്യമായ നിലപാടുണ്ട്, കൃത്യമായ പക്ഷമുണ്ട്. രണ്ട് വള്ളത്തിലും കാല് ചവിട്ടുന്നത് നിഷ്പക്ഷതയല്ല. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.